ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഗേളി കെ എ കൂവക്കാട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്നിട്ട് നടക്കണേ, വാതിൽ മുട്ടുന്നു, വാതിലിൻ്റെ അകത്ത് കയറുന്നു, വാതിൽ തുറക്കുന്നു, എന്തൊക്കെ കാണണം. എൻ്റെ പൊന്നോ, ഫോണൊന്ന് തുറക്കാൻ പറ്റണ ഗതികേടാണ്. ഫോൺ തുറന്ന അവിടെ പീഡനം, ഇവിടെ പീഡനം, അതിൻ്റെ അപ്പുറം പീഡനം. എന്താ പറയുക, നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. നാടിൻ്റെ മാത്രമല്ല, എല്ലായിടത്തും ഇതൊക്കെ തന്നെയുണ്ട്. പിന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പ്രതികരിക്കേണ്ടടുത്ത് മാക്സിമം പ്രതികരിക്കുക, എല്ലാ പെൺകുട്ടികളും. അപ്പം പ്രതികരിക്കാണ്ട് പിന്നീട് കുറേ നാളുകൾക്ക് മാറ്റി വെച്ചിട്ട് പ്രതികരിക്കുന്നതോട് ഞാനത് സപ്പോർട്ട് ചെയ്യണില്ല. പിന്നെ ചില സാഹചര്യങ്ങൾ വന്നു പോകും, ചില സമയങ്ങളിൽ പേടിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ പ്രതികരിക്കാണ്ട് വന്നത്. എന്തൊക്കെയാണ് നടക്കുന്നത്? സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ പീഡനം, സിനിമയിൽ അഭിനയിച്ചാൽ പീഡനം. എന്നിട്ട് ഇതേ രീതിയിൽ ഈ പീഡനത്തിൻ്റെ അതേ റോള് സിനിമയിലും അഭിനയിക്കണം. അതിൽ നല്ല രീതിയിൽ അവാർഡ്, ശരിക്കും പറഞ്ഞാൽ അവാർഡ് കിട്ടുന്ന രീതിയിലുള്ള അഭിനയമാണ് അവർ കാഴ്ചവെക്കണം. ജീവിച്ച് അഭിനയിക്കുക എന്ന് പറയില്ലേ, അത് തന്നെ. സമ്മതിക്കണേ, ഇതൊന്നും ശരിയല്ല കേട്ടാ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? പത്രക്കാർക്കും ടി വിക്കാർക്കും ഒരു പുതിയ വാർത്തയായി. ഇനി ഇത് കഴിയുമ്പോൾ പുതിയൊരു വാർത്ത കിട്ടും. അപ്പം അതിൻ്റെ പുറകേ പോവും. ഇതിന് വേണ്ടത് കർശനമായിട്ടുള്ള നടപടികളാണ് വേണ്ടത്. എല്ലാ സ്ഥലത്തും, ഏത് തൊഴിലിടത്തിലായാലും സ്ത്രീകൾ സുരക്ഷിതരായിട്ട് അവർക്ക് അവരുടെ തൊഴിൽ ചെയ്യാനുള്ള അവകാശങ്ങൾ നേടിക്കൊടുക്കാനായിട്ട് കർശന നിയമങ്ങൾ വരാം. നിയമങ്ങളുണ്ടെങ്കിൽ പോലും പല സാഹചര്യങ്ങളും അത് പാലിക്കപ്പെടുന്നില്ല. അപ്പം അത് ഇല്ലാണ്ട് മാക്സിമം സ്ത്രീകളുടെ സുരക്ഷിതത്വം മാക്സിമം ഉറപ്പുവരുത്തുന്ന രീതിയിൽ നിയമങ്ങൾ പ്രാവർത്തികമാക്കാം. ഞാനിതിപ്പോൾ പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റണില്ല. കാരണം എന്തുകൊണ്ടാണ്? ഞാനൊരു സ്ത്രീയാണ്. കാരണം നാളെ ഈ ഒരു അവസ്ഥയിൽ കൂടെ നമ്മളും കടന്നു പോവാം, ഓരോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ. അപ്പം ചെറുപ്പത്തിൽ തുടങ്ങി നമ്മൾ പെൺകുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നു കേട്ടാ, ആൺകുട്ടികളെ പോലെ നിങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ പഠിപ്പിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞി ചെറുപ്പത്തിലെ പെൺകുട്ടികളെ കരോട്ട, അങ്ങനെ എന്താ പറയുക, തൽക്കാപ്പ് കലകൾ എന്ന് പറയും, നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള കലകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാം. ഒരാൾ നമ്മുടെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാനായിട്ട്, അല്ലെങ്കിൽ തൊടുന്നതിന് മുമ്പ് നമ്മളെന്തെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോൾ നമുക്ക് തടയാനായിട്ട് അതിനുള്ള രീതിയിലുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങൾ ചെറുപ്പം മുതൽ കുട്ടികളെ പഠിപ്പിക്കുക. പെൺകുട്ടികളെ മാത്രമല്ല, ആൺകുട്ടികൾ ഇപ്പോൾ സുരക്ഷിതരല്ല, അവരെ പഠിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ പറയും സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് പറയും. ഈ കുഞ്ഞു കുട്ടികൾ, ചെറിയ 5 വയസ്സിന് താഴെ, ഈ കരുഗുരു എന്നൊക്കെ നമ്മൾ പറയില്ല, കരുഗുരു എന്നുള്ള പിള്ളേർ, ഈ പിള്ളേർക്കൊക്കെ എന്ത് വസ്ത്രധാരണം കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ പീഡിപ്പിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു അടുത്തിടെ ഒരു ഡോക്ടറിനെ കൊൽക്കത്തയിൽ, അതിനു മുമ്പ് ഡൽഹിയിൽ, പിന്നെ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ ആയിട്ട് ഇത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ പീഡനം എന്ന് പറഞ്ഞ സംഭവം. എൻ്റെ പൊന്ന് മക്കളെ, ഇത്രയും നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇഷ്ടംമാതിരി സ്ഥലങ്ങളുണ്ട് അതിനുള്ളത്. ഈ പറഞ്ഞ എന്താ പറയുക, പുറം സംസ്ഥാനങ്ങൾ അതിനുള്ള സൗകര്യമാണ്. അവിടെ പോയി തീർക്ക്. ഈ പാവപ്പെട്ട കുഞ്ഞു മക്കളുടെയും അതുപോലെ തന്നെ നിരപരാധിയായ സ്ത്രീകളുടെ പുറത്ത് കയറാണ്. നിങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ കടുക്ക വെള്ളമില്ലേ, പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് കടുക്ക വെള്ളം, കടുക്ക തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വിധത്തിലുള്ളതൊക്കെ ഒരുവിധം ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ്. എല്ലായിടത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഇത് നടക്കുന്നുണ്ട്. ഇത്രയും ഞാൻ പറയണുള്ളൂ, കൂടുതലൊന്നും ഞാൻ പറയണില്ല. കാരണം നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുമ്പോണ്ടല്ല, നമുക്ക് ശത്രുക്കളുടെ എണ്ണം കൂടാണ്. അതുകൊണ്ടാണ് പ്രതികരിക്കാണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയൊക്കെ കേട്ടിട്ടും മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രമാണ്. ഇതിൽ എനിക്ക് ഒരു വിഷമമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ പറഞ്ഞ ഇങ്ങനെ തെറ്റ് ചെയ്യാനായിട്ട് പോണ ആണുങ്ങൾക്ക് സപ്പോർട്ടായിട്ട് കുറേ പെണ്ണുങ്ങളും ഉണ്ട്. അവർ വേണമെങ്കിൽ ഈ പറഞ്ഞോണം നമ്മുടെ നാട്ടിൽ ഈ പത്തല് വെട്ടിയിട്ട് അടിക്കണമെന്ന് പറയും.
അല്ലെങ്കിൽ ചൂരൽ ഇത്തിരി കാന്താരി മുളകിൽ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് നല്ല കല്ല് കൊടുക്കണം. പിന്നെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല, നമ്മുടെ നാട്ടിൽ നിയമമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആ ഒഴുക്കി വിടണം. ഈ കുഞ്ഞു മക്കളെ അതുപോലെ തന്നെ നിരപരാധി ആളുകളെ ഇപ്പം നമ്മളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു, സിനിമ ആയാലോ സീരിയലായാലോ മറ്റു രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു, അവരെ ഒരുപാട് മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട്, അഭിനയിക്കാനുള്ള കഴിവുണ്ടാവും. അവർ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി ചെല്ലുമ്പോൾ ചില സമയങ്ങളിൽ പെട്ടുപോകും. അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ പ്രതികരിച്ച് പോയി കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, സമൂഹം എന്ത് വിചാരിക്കും. നമ്മുടെ സമൂഹം എപ്പോഴും ഇരകളുടെ കൂടെയല്ല, എപ്പോഴും വേട്ടക്കാരൻ്റെ കൂടെയാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിലായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്താ പറയുക, കാശുള്ളവന് എന്തും ചെയ്യാന്നുള്ള രീതിയിലോട്ട് പോയേക്കാണ് കാര്യങ്ങൾ. പ്രതികരിക്കണ ആൾക്കാരെയോ അവരെ ഇപ്പം ഈ പറഞ്ഞോണം എല്ലാത്തിൽ നിന്നും ഒഴിവാക്കി അവരെ ഒറ്റപ്പെടുത്തി അങ്ങനെയുള്ള രീതിയിലാണ് കണ്ടുവരുന്നത്. പിന്നെ ചില സിറ്റുവേഷനിൽ നമുക്ക് ഇരയുടെ കൂടെ നിന്നാലും സാഹചര്യങ്ങൾ കൊണ്ട് ആ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഒറ്റപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഇരകൾ ചില സമയത്ത് പേടിച്ചിട്ട് അതിൽ മിണ്ടില്ല. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ പോണ സമയത്തോ നമുക്ക് ആ സംസാരിക്കാൻ പോണ വ്യക്തികൾക്ക് 8ൻ്റെ പണി കിട്ടും. അതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കണ്ടിട്ടുണ്ട് ബസ്സിലായാലും അല്ലെങ്കിൽ ട്രെയിനിലായാലും. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പഠിക്കണ സമയത്തൊക്കെ പല ബസ്സുകളിലും കണ്ടേക്കണ ഒരു കാര്യമാണ്, ബാക്കിൽ നിന്ന് വന്ന് ഓരോരുത്തർ തോണ്ടയും മാന്തയും. അവർക്ക് അതാണ് ഒരു സുഖം എന്ന് പറയുന്നത്. ആ ഒരു തോണ്ടലിൽ എന്ത് സുഖം കിട്ടണമെന്ന് എനിക്ക് ഇത്ര നാളായിട്ട് മനസ്സിലായിട്ടില്ല. ആ തോണ്ടലിൽ അപ്പോൾ പല പെൺകുട്ടികളും സ്കൂളിൽ യൂണിഫോം ഇട്ട് പോണ പെൺകുട്ടികളായിരിക്കും. പലപ്പോഴും അവർക്ക് മിണ്ടാൻ പറ്റത്തില്ല. കാരണം മിണ്ടി കഴിഞ്ഞ് ഇവരെന്ത് വിചാരിക്കും, ഈ കൂടെയുള്ള ആൾക്കാർ. പ്രതികരിക്കണ പെൺപിള്ളേരെ ആണെങ്കിലോ അവർ സഹകരിച്ചിട്ടുള്ള രീതിയിലാണെന്ന് ഇവന്മാർ പറയും. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ ആണ് നമ്മുടെ നാട്ടിൽ നടക്കണത്. പലപ്പോഴും എനിക്ക് പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള രീതിയിൽ ഞാൻ പറയും, ചേട്ടാ ഒന്ന് ഇത്ര നീങ്ങിക്ക്, അല്ലെങ്കിൽ ചേട്ടൻ അവിടെ നിൽക്കാൻ സ്ഥലമില്ലേന്ന്. അങ്ങനെ രീതിയിൽ പെൺകുട്ടികൾ പറയാൻ വേണ്ടി പഠിപ്പിച്ച് വളർത്തണം ചെറുപ്പം മുതൽ. പ്രതികരിക്കേണ്ടോടത്ത് പ്രതികരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കല്ല, ആവശ്യമുള്ള സ്ഥലത്ത്. നമുക്ക് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, നമ്മൾക്ക് അനാവശ്യമായിട്ട് നമ്മുടെ ദേഹത്ത് ഒരാൾ സ്പർശിച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നുകിൽ അവനതിനുള്ള ഒരു തക്കതായ എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ ശബ്ദമുയർത്തി 4 ആൾക്കാർ കേൾക്കേ ഉയർന്ന ശബ്ദത്തിൽ അങ്ങോട്ട് ഒരു ഇതിൽ പറയാം. പിന്നീട് അവൻ ആവർത്തിക്കില്ല. അല്ലെങ്കിൽ നാണക്കേട് വരും, അതും ഇതുമെന്ന് വിചാരിച്ച് നിൽക്കരുത്. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചേ പറ്റൂ. കാരണം ഒരു പ്രാവശ്യം നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവൻ വേറൊരു പെൺകുട്ടിയോടോ അല്ലെങ്കിൽ വേറൊരു സ്ത്രീയോടോ ഇത് ചെയ്യാനായിട്ട് ഭയപ്പെടും. അപ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരാൾ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഓരോരുത്തരുടെ അടുത്തുനിന്ന് ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളുണ്ട്. ഇവരുടെ ഈ അസുഖങ്ങൾ ഒരുവിധം നമുക്ക് നിർത്താൻ പറ്റും. അല്ലാണ്ട് ഇതിനൊരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ എന്താ പറയുക, എല്ലായിടത്തും ഇതൊക്കെ തന്നെ അവസ്ഥ. പ്രതികരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ പെട്ടുപോണ പെൺകുട്ടികൾ, അതും ആരുമില്ല, അല്ലെങ്കിൽ ബന്ധുക്കൾ ഈ പറഞ്ഞോണം ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഞാനൊരു പറയാം, ഇറ്റലിയിൽ വന്നിട്ട് ഞാൻ ഒരുപാട് ഇറ്റാലിയൻകാരെ കണ്ടിട്ടുണ്ട്. അവർ നമ്മുടെ അടുത്ത് എന്താ പറയുക, ഒരു മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് റെസ്പെക്റ്റ് ഇല്ലാണ്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ പല സാഹചര്യങ്ങളിലും ഇപ്പോൾ ഒരു സ്ത്രീയോട് ഒരു താല്പര്യം ഒരു പുരുഷന് തോന്നിക്കഴിഞ്ഞാൽ അവർ പെർമിഷൻ ചോദിക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ ഒരു സംഭവമാണ്, നമുക്ക് താല്പര്യമില്ലേ, അവരാ വഴിക്ക് വരത്തില്ല. അതാണ് അവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മളതിൽ ഉപദ്രവിക്കാനോ ഒന്നിനും വരത്തില്ല. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കുറേ കാര്യങ്ങൾ മാറാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെൺപിള്ളേരെ ഈ പറഞ്ഞോണം ചെറുപ്പം മുതൽ വളർത്തുമ്പോൾ അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, അവിടെ നോക്കാൻ പാടില്ല, ഇവിടെ. ഇപ്പോൾ കുറേ മാതാപിതാക്കൾ മാറി ചിന്തിക്കുന്നുണ്ട്, ഫ്രീഡം കൊടുക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആണിനും പെണ്ണിനും നമുക്ക് തുല്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആണും പെണ്ണും തുല്യം നമുക്ക് ഒരിക്കലും പറയാം. എപ്പോഴും ആണിൻ്റെ ഒരു ചെറിയ കീഴിൽ പെണ്ണ് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ശരിക്കും ഈക്വാലിറ്റി വേണമെന്നും എനിക്കൊരു അഭിപ്രായമുണ്ട്. ഈക്വാലിറ്റി ഉണ്ടായ എല്ലാ കാര്യങ്ങളിലും ഈക്വാലിറ്റി വേണം. പക്ഷേ ഒരു കുടുംബജീവിതത്തിലോട്ട് നമ്മൾ അല്ലെങ്കിൽ കടക്കണ സമയത്ത് എപ്പോഴും ആണിനൊരു ഇത്തിരി മുൻതൂക്കം എൻ്റെ ഒരു ലൈഫിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ബാക്കി എല്ലാ കേസുകളിലും
നമ്മൾ ഈക്വാലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ സപ്പോർട്ട് ചെയ്യണ ഒരാളാണ്. അഭിപ്രായങ്ങൾ ഇപ്പോൾ കുടുംബത്തിലാണെങ്കിലും അഭിപ്രായങ്ങൾ ഒരുമിച്ചിരുന്ന് പറയാം. അപ്പോൾ ഒരു കുടുംബമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ മാതാപിതാക്കൾ തമ്മിലുള്ള പരസ്പര സ്നേഹം മക്കൾ കണ്ടു വളരണം. എന്നാൽ ഒരു കുടുംബത്തിൽ ആ മക്കൾ നല്ല രീതിയിൽ പോകാനായിട്ട് നല്ല രീതിയിൽ വളരുള്ളൂ. ഈ അമ്മ അപ്പനും എന്നും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം ചിലവർ നല്ല രീതിയിൽ കുട്ടികൾ നല്ല രീതിയിൽ ജീവിക്കണവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ വഴിതെറ്റി പോകുന്ന സിറ്റുവേഷൻ വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം. എന്നാലാണ് നമ്മൾ മറ്റുള്ളൊരു സ്ത്രീനെ കണ്ടാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അമ്മയോട് നമ്മുടെ അപ്പൻ പെരുമാറുന്ന രീതി കണ്ട് ആ റെസ്പെക്റ്റ് ചെയ്യണത് കണ്ട് പഠിച്ചാലാണ് മറ്റൊരു സ്ത്രീനെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ അവർ കണ്ടു വളർന്നൊരു സാഹചര്യത്തിൽ സ്ത്രീക്ക് ഒരു നല്ല പ്രാധാന്യം കൊടുക്കണില്ല. അതുകൊണ്ടാണ് അവരുടെ കുടുംബത്തിൽ കൊടുക്കാത്തതുകൊണ്ടാണ് അവർ മറ്റ് സ്ത്രീകളെ ഒരു ഉപദ്രവിക്കാനും അല്ലെങ്കിൽ വേറെ രീതിയിൽ അവരോട് പെരുമാറാനും ഇടയാവണത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഇതൊക്കെ തന്നെയാണ്. ഇത്രയും നാളും മിണ്ടാണ്ടിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇറ്റലിയിൽ ഒരു സ്ത്രീകൾക്ക് വേണ്ടി എന്താ പറയുക, ഒരു ചെറിയ സംഘടന രൂപീകരിച്ചു. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. വുമൺ ആർമി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് ലൈഫിൽ എനിക്ക് അനുഭവങ്ങൾ, ഒരുപാട് എക്സ്പീരിയൻസ് അവരുടെ ലൈഫിൽ കടന്നു പോകേണ്ടി വന്ന സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ ഓരോരോ അറിവുകൾ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഇത് നമുക്ക് അതിൽ നിന്നാണ് കിട്ടിയത്. കാരണം ഇവരായിട്ടുള്ള സംസാരിച്ച് അവരുടെ ലൈഫിൽ അവർ കടന്നു വന്ന ഓരോ സാഹചര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ലൈഫിൽ എന്താ പറയുക, ഒരുപാട് പേര് അനുഭവിക്കാത്ത ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കണ ഒരുപാട് സ്ത്രീകളുണ്ട് ഇവിടെ. പുറത്തുനിന്ന് നോക്കണ ആൾക്കാർ ഹാപ്പി ആയിട്ട് ലൈഫ് ജീവിക്കണമെന്ന്, പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ച് ഒരുപാട് കുടുംബം നോക്കി കഷ്ടപ്പെട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവരെക്കുറിച്ച് നോക്കുമ്പോൾ അഭിമാനമാണ്. കാരണം അവരുടെ ലൈഫ് ഫുള്ള് 10 വർഷം 12 വർഷത്തോളം ഫാമിലീനെ വിട്ട് ഇവിടെ വന്ന് ഈ പറഞ്ഞോണം ഈ ഹോം നേഴ്സിൻ്റെ ജോലി ചെയ്ത് കഷ്ടപ്പാട് മുഴുവൻ അനുഭവിച്ച് നാട്ടിലെ മക്കളെ നോക്കി വളർത്തി അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗം മുഴുവൻ അവരുടെ കുടുംബത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന സ്ത്രീകളാണ് ഇവിടെ ഉള്ളവർ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും. അപ്പോൾ അവരുടെയൊക്കെ ലൈഫ് നമുക്ക് കാണുമ്പോൾ ഒരു ഇത് മനസ്സിലാവേണ്ടത്, അവർ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ പറയില്ലേ ദൈവത്തിൻ്റെ അവതാരം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ആൾക്കാരാണ്. കാരണം അവരുടെ ലൈഫിൻ്റെ നല്ലൊരു ഭാഗം അവരിവിടെ തീർത്ത് മക്കൾക്കും കുടുംബത്തിനും വേണ്ടി സാക്രിഫൈസ് ചെയ്ത് അവരുടെ ജീവിതം, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ എല്ലാം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവിടെ ഓരോ അമ്മമാരും അമ്മാമ്മമാരെ നോക്കി ജീവിക്കണത്. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ അതുപോലെ തന്നെ നാട്ടിലും അതുപോലെ തന്നെയാണ് ഒരു കുടുംബം, ഒരു ഭർത്താവ് ജോലിക്ക് പോയി അല്ലെങ്കിൽ പുറത്ത് പോയി അധ്വാനിക്കണ അമ്മമാരുണ്ട്. അവരുടെയൊക്കെ മക്കൾ എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പാട് അറിഞ്ഞു വളരണ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞോണം സാമ്പത്തികമായിട്ട് വലിയ ഉയർന്ന ഒരു സ്ഥിതി ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹം ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ കൊടുത്താൽ ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല ചിലപ്പോൾ. അവരുടെ എന്താ പറയുക, ഒരു അംബീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ വലിയൊരു എന്താ പറയുക, ജീവിതത്തിൽ വലിയ ഒരു തുടക്കത്തിലേക്ക് അവർ ആഗ്രഹിച്ചായിരിക്കും ചെല്ലണത്. ആ സമയത്താണ് ഇങ്ങനെയുള്ള രീതിയിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരാം. അപ്പം നിങ്ങൾക്കും മക്കളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾ ചെയ്തോ ചെയ്തില്ലെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ കോടതി തീരുമാനിക്കട്ടെ അത്. പക്ഷേ ഇങ്ങനെ തെറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾക്കും മക്കളുണ്ട്, നിങ്ങൾക്കും ഭാര്യയുണ്ട്, നിങ്ങൾക്കും ഒരു അമ്മയുണ്ട്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. സ്ത്രീകളെ ബഹുമാനിക്കുക, അവർക്ക് വേണ്ട റെസ്പെക്റ്റും അവർക്ക് വേണ്ട ഇതും കൊടുക്കുക. അവർ എന്താ പറയുക, ഒരു പ്രോഡക്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരു വസ്തുവല്ല, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ച് വലിച്ചെറിയാനുള്ള ഇതല്ല. അവർക്കും ഒരു മനസ്സുണ്ട്, അവർക്കും കുറേ ഇഷ്ടങ്ങളുണ്ട്. അത് മനസ്സിലാക്കുക. എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കുക, സ്നേഹിക്കുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.